അമ്മ ഇതാ സാരിയിലെടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വരുന്നുണ്ടേ. അമ്മയുടെ സാരി ബ്ലൗസ് ഞാൻ തയ്ച്ചു കൊടുത്തതാണ് കേട്ടോ. അമ്മയും ഞാനും ലോകൂട്ടനും നമ്മളെ പാറോമ്മയും കൂടിയിട്ട് ചീമേനി മുണ്ടിയൊക്കെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവേന്നേ. സ്കൂട്ടിയിൽ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കൂടി ബസ്സിലാണ് കേട്ടോ തേങ്ങ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മ പോകുന്നതിന് മുന്നേ തന്നെ അമ്മമ്മ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് സാരിയിൽ. അമ്മമ്മ ഇതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ചുന്ദരി മണി. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിട്ട് കുറേ സമയം കാത്തു നിന്നു കേട്ടോ. അതിന് ശേഷമാണ് ബസ് വന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബസ് കയറി ചീമേനി മുണ്ടിയക്കാവിൽ എത്തി കേട്ടോ. 10 ദിവസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചക്കും രാത്രി അന്നദാനമുണ്ട്. നമ്മൾ പോയാടും വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴത്തേനും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കണ്ടു കേട്ടോ. എന്നെയും അമ്മേനെയും അമ്മമ്മേനെയും ലോകൂട്ടനെയും എല്ലാം കണ്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി. അവരെ നേരിട്ട് കാണാൻ പറ്റിയില്ല, നമുക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി നേർച്ചേരം തോന്നിയതിന് ശേഷം പുറത്ത് കുറേ സമയം ഇരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ചന്തയിലേക്കാണ്. എന്താണെന്നറിയില്ല, ഈ ചട്ടിയും കയ്യിലും ഇതുപോലെ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന സ്ഥലത്തെത്തുമ്പം അറിയാണ്ട് നമ്മൾ അങ്ങ് സ്റ്റക്കാവും. ഞാൻ മാത്രമല്ല അമ്മയും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നോക്കി ചട്ടിയും അമ്മ ഓട്ടുചട്ടിയെല്ലാം എടുത്തു. പിന്നെ മരത്തിൻ്റെ കയ്യിലും ചിരട്ട കയ്യിലെല്ലാം എടുത്തു. പിന്നെ ലോകൂട്ടിന് വേണ്ടിയിട്ട് കളിപ്പാട്ടെല്ലാം നോക്കാൻ പോയി. പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രമെല്ലാം വിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇവിടുന്ന് നമ്മൾ അധികം വാങ്ങലുണ്ട്. ഇവിടുന്ന് ഒരു ചപ്പാത്തി ചൂടുന്ന ആ ഒരു ഇതാണ് വാങ്ങിയിട്ടുണ്ടായത്, ഇരുമ്പിൻ്റെ. പിന്നെ അമ്മ അന്നേണ്ട് പറയുന്നത് ചീമേനി മുണ്ടേക്കാൽ തെയ്യം കാണാൻ പോയാൽ ഈ മണ്ണിൻ്റെ അടുപ്പില്ലേ അത് വാങ്ങണമെന്ന്. പിന്നെ കുറേ നോക്കി, പക്ഷെ ബസ്സിൽ പോകുമ്പോൾ തിരക്കലുണ്ടായാൽ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു.